കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ആ നല്ല മനുഷ്യൻ്റെ ഖബർസ്ഥാനിൽ പോയിരുന്ന കാരുണ്യവാനായ ദൈവത്തോട് മനമുരുക്കി പ്രാർത്ഥിക്കുന്ന ഒരു സ്വപ്നം. എൻ്റെ മനസ്സിൽ ദിവസങ്ങളായി നിൽക്കുന്ന ശക്തമായിട്ടുള്ള വേദനയുടെ പ്രതിഫലനമാവാം ആ സ്വപ്നത്തിൽ പ്രതിഫലിച്ചത്. ഒരുപക്ഷെ ഞാൻ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യവുമാവാം. ഇന്ന് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ സുഹൃത്തിന് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. നല്ല കളിയും തമാശയുമായി ഏതാണ്ട് 2 മാസം മുമ്പ് എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു പേഷ്യൻ്റ്. ശരീരം മാസകലം ഒരു വേദനയായിരുന്നു. ഒപ്പിയിലാണ് കാണിക്കാൻ വന്നത്. വളരെ ചിരിച്ചും കളിയും തമാശയൊക്കെ പറഞ്ഞു ECG എടുത്ത് നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷനെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ വേദനയൊക്കെ പോയി ഡോക്ടറെ എന്ന് പറഞ്ഞ് പിന്നെയും കുറേ തമാശയൊക്കെ പറഞ്ഞ് അയാൾ പോയി. വളരെ ഹാപ്പിയായിരുന്നു. അത്രയ്ക്ക് പ്ലസൻ്റായിട്ട് നിൽക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷെ നമ്മോടുള്ള പ്രതീക്ഷ കൊണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ സൗഹൃദം കൊണ്ടായിരിക്കാം, കുറച്ച് ദൂരത്ത് നിന്നാണ് അദ്ദേഹം വന്നത്. പിന്നെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ വളരെ അസ്വസ്ഥനായി, ഛർദിയും പരിഭ്രാന്തി നിറഞ്ഞൊരവസ്ഥയിൽ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ ഒരൊറ്റ വരവിൽ ഞാനൊന്ന് കരഞ്ഞു. സിസ്റ്ററെ, ഇപ്പം പോയ മനുഷ്യനാണല്ലോ, ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞ അവരാണല്ലോ. ഞാൻ പതറിപ്പോയ നിമിഷങ്ങൾ. മനസ്സ് നിറയെ പഠിച്ചവനായി മനുഷ്യനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള പ്രാർത്ഥനകളായിരുന്നു. എന്തോ അപകടം നിറഞ്ഞ എന്തോ ഒന്ന് ആ നല്ല ശരീരത്തിനുള്ളിൽ സംഭവിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ചിലപ്പോൾ ഹൃദയാഘാതമാവാം, അല്ലെങ്കിൽ ഏതോ രക്തക്കുഴൽ, ഹൃദയത്തിൻ്റെ രക്തക്കുഴൽ പൊട്ടിത്തെറിച്ചതാവാം. വേഗം തൊട്ടടുത്ത് ഒരുപാട് സംവിധാനങ്ങളുള്ള ആശുപത്രിയിലേക്ക് ഞാൻ റെഫർ ചെയ്യുന്നു. പിന്നീട് ആ ദുഃഖവാർത്ത എൻ്റെ കാതുകളിലേക്ക് കേട്ടു. ആ മനുഷ്യൻ കാരുണ്യവാൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള മനസ്സിൽ നിറയെ ആ മനുഷ്യൻ്റെ രൂപമാണ്. അദ്ദേഹം യാത്രയായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവരുടെ പ്രിയപ്പെട്ടവർ എൻ്റെ അരികിൽ വന്നിരുന്നു. ദേഷ്യഭാവത്തിൽ എനിക്കെതിരെ കൈയോങ്ങിയപ്പോൾ എന്നെ സഹായമായി ഇങ്ങനെ നോക്കി നിന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ടാകുന്ന വേദന അതെനിക്ക് ഉൾക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മനുഷ്യ ജീവിതം എന്ന് പഠിച്ചവൻ ഓരോരുത്തർക്ക് നിശ്ചയിക്കുന്ന മരണങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ചിരിച്ചും കളിച്ചും നടക്കുന്നതിനിടയിൽ ആ മരണം നമുക്കിടയിൽ ഇങ്ങനെ പറയാൻ വാക്കുകളില്ല.
മനസ്സിൽ നിന്നും കരയുകയാണ്, തേങ്ങുകയാണ്.